بسم الله ربي الله حسبي الله توكلت على الله اعتصمت بالله فوضت امري الى الله ما شاء الله لا قوة الا بالله الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ അനുഗ്രഹീത സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ എസ്.പി.എം തങ്ങളവർകളെ, ഈ അനുഗ്രഹീത മജ്‌ലിസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിവന്യരായ പ്രിയപ്പെട്ട ഉസ്താദ് ഷേഖുന കോട്ടുമല ബാപ്പ മുസ്ലിയാർ, നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട ചീക്കിലോട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, വേദിയിലെ മഹാന്മാരായ ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട റഹ്മാനി സുഹൃത്തുക്കളെ, നമ്മുടെ റഹ്മാനിയ സ്ഥാപനത്തിലും സഹസ്ഥാപനങ്ങളിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ നമ്മുടെ ബാനിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും അല്ലാഹു നമുക്കൊക്കെയും നൽകുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരിൽ പലരും ഇന്ന് മൺമറഞ്ഞു പോയി. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം ഇതിന്റെ നാൾവഴികളിൽ പല നിലയിൽ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചവർ, ആയുസ്സ് മുഴുവൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പണം നടത്തിയ
മഹാനായ നമ്മുടെ ബാനിയുടെ 30ാമത്തെ ഉറൂസ് മുബാറക്കിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. തികച്ചും ഇഖ്ലാസിൽ അസ്തിവാരപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളർച്ചയും ഉയർച്ചയും ഈ സ്ഥാപനത്തിനുണ്ടായതെന്ന് മഹാനായ ശൈഖുനാ ബാപ്പു ഉസ്താദ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യക്ഷത്തിൽ സാഹചര്യങ്ങളൊക്കെയും പ്രതികൂലമാണെങ്കിലും ഇലാഹായ റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ കാവൽക്കാരന്മാരായ ഉലമാക്കളെ വാർത്തെടുക്കണമെന്ന താൽപര്യത്തോടെ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിന് വില കൽപ്പിക്കുന്നതിനേക്കാൾ ദീനിന്റെ കാര്യത്തിന് വേണ്ടി വില കൽപ്പിച്ചുകൊണ്ട് ആ മഹാരഥൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ 30ാമത്തെ ആണ്ടിന്റെ ദിനമാണിന്ന്. ആ മഹാനുഭാവന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിനുവേണ്ടി അവർ സമർപ്പിച്ച സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് മഹാരഥന്മാരിൽ നിന്ന് പലപ്പോഴും കേട്ടറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വീട് വീടാന്തരം കയറിയിറങ്ങി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് പോലും ഒരുതരം പിരിവുകാരെ പോലെ തന്നെ ഇറങ്ങി നടന്ന സംഭവം ഇവിടെ മുമ്പ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള പ്രതികരണങ്ങളും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെങ്കിലും അതിൽ നിന്നൊന്നും ആശമുറിയാതെ അല്ലാഹുവിൽ സമർപ്പിച്ച് ഇറങ്ങിയതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ സ്ഥാപനം എത്ര അസൂയാവഹമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലക്ഷ്യം അല്ലാഹുവായിരുന്നു. മഹാനായ ബാപ്പുസ്താദ് പറഞ്ഞതുപോലെ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, ഭൗതിക സാഹചര്യങ്ങളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇലാഹായ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ആ ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു. കാരണം പരിശുദ്ധ ദീനിന്റെ അടിവേരുകൾക്ക് കോടാലി വെക്കാൻ ശ്രമിക്കുന്ന ചില ശ്രമക്കാരും ചില കുബുദ്ധികളും ചില ദുഷ്ടശക്തികളുമൊക്കെ നാട്ടിൻപുറങ്ങളിൽ രംഗപ്രവേശനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ദീനിന്റെ ആശയങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് മുത്തറസൂൽ പഠിപ്പിച്ചതല്ലേ. إذا ظهر البدع فسقط العالم فعليه لعنة الله والناس أجمعين. ഒരു നാട്ടിൽ ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുക, ആ ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പണ്ഡിതന്മാർ മൗനമവലംബിച്ചാൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്നല്ലേ നബിതിരുമേനി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദീനിന്റെ സംരക്ഷണം ഇവിടെ അനിവാര്യമാണ്. അത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചറിയുന്ന കാലത്തിനനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ, പ്രഗത്ഭരായ പ്രഭാഷകരെ, പ്രഗത്ഭരായ എഴുത്തുകാരെയൊക്കെ വാർത്തെടുക്കണമെന്ന് മഹാനവറുകളുടെ ദീർഘദൃഷ്ടിയുടെ ഫലമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അമ്പിയാക്കളുടെ ആ അനന്തരാവകാശ സ്വത്ത് വിജ്ഞാനം അത് സമൂഹത്തിലെത്തിക്കുക, ഇത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയായിരുന്നു ഈ അധ്വാനങ്ങളൊക്കെയും. പലരിൽ നിന്നും മോശപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴും ക്ഷമിച്ചത് ആ അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് ഇവിടെ വ്യാപിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് വിജ്ഞാനമാണല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തറസൂലിന്റെ വഫാത്തിന് ശേഷം ഒരിക്കൽ മദീന പള്ളിയിൽ ഇൽമിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൽമിന്റെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് പുറത്തിറങ്ങേണ്ടി വന്നു, ഒരാവശ്യത്തിനിടത്തേക്ക് പോകേണ്ടി വന്നു. പോകുന്ന വഴിക്ക് ചില ആളുകളെ കണ്ടു അങ്ങാടിയിൽ. അവരാ അങ്ങാടിയിലിരുന്ന് കഥ പറയുകയാണ്. മസ്ജിദുൻ നബവിയിൽ മുത്തറസൂലുള്ളാഹിന്റെ പള്ളിയിൽ ദർസ് നടക്കുമ്പോ അതൊന്നും ശ്രദ്ധിക്കാതെ അവരങ്ങാടിയിലിരുന്ന് കഥ പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യരെ, നിങ്ങളെന്തേ ഇവിടെ ഇരിക്കുന്നു? അല്ല മനുഷ്യരെ, നിങ്ങളെന്തേ ഇവിടെ ഇരിക്കുന്നു? അവിടെ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്കത് വേണ്ടേ? അലാ തദ്ഹബൂന നിങ്ങളുടെ ഓഹരി നിങ്ങൾ സ്വീകരിക്കുന്നില്ലേ? നിങ്ങൾക്കത് വേണ്ടേ? സ്വത്ത് ഓഹരി ചെയ്യുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് അവർ ചാടി എഴുന്നേൽക്കും.
ചോദിച്ചു, എവിടെയാണ് അബൂ ഹുറൈറ, എവിടെയാണ് സ്വത്ത് ഓഹരി ചെയ്യുന്നത്? ഫിൽ മസ്ജിദി, ഞാൻ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്കറിയാം ഇവരെ കുറിച്ച്, അവരതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. പറഞ്ഞതുപോലെ അവരാ പള്ളിയിലേക്ക് പോയി നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു. അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് പള്ളിയിൽ സ്വത്തോഹരി ചെയ്യുന്നുണ്ടെന്ന്? അബൂ ഹുറൈറ ഖദ് അതൈനൽ മസ്ജിദ വദഖൽനാ ഫീഹി, നിങ്ങൾ പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിൽ കടന്നു നോക്കി, നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്വത്തം ഓഹരി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, അല്ല മനുഷ്യരെ, പിന്നെ എന്തേ നിങ്ങൾ അവിടെ കണ്ടത്? പള്ളിയിൽ ആരുമില്ലേ? അപ്പോൾ പറഞ്ഞു, റഅയ്നാ ഖൗമൻ യുസല്ലൂൻ വഖൗമൻ യഖറഊനൽ ഖുർആൻ വഖൗമൻ യതനാകറൂന അനിൽ ഹലാൽ വൽ ഹറാം. ഞങ്ങൾ കണ്ട കാര്യം, കുറെ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കുന്നു, ചില ആളുകൾ പള്ളിയിൽ ഖുർആൻ ഓതുന്നു, മറ്റൊരു സംഘം ആളുകൾ ഒരിടത്തിരുന്ന് ഹലാലും ഹറാമും ചർച്ച ചെയ്യുകയാ. ചില ആയത്തുകൾ ഓതുന്നുണ്ട്, ചില ഹദീസുകൾ ഓതുന്നുണ്ട്, അവർ പല വിഷയങ്ങളും പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ നൽകിയ മറുപടി, വൈഹക്കും, മനുഷ്യരെ കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഒരിടത്ത് ആളുകളിരുന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, പഠിക്കുന്നു എന്ന്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത്. ആരാണോ കൂടുതലായി അത് കരസ്ഥമാക്കുന്നവർ അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ, അവരാണ് ഏറ്റവും വലിയ മുതലാളിമാർ. നബി തിരുമേനി തങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമാ ഇന്നമാ വറസുൽ ഇൽമ. അംബിയാക്കൾ ദീനാറോ ദിർഹമോ ഡോളറോ കറൻസിയോ അനന്തരമായി നൽകുന്നവരല്ല. അവരുടെ അനന്തര സ്വത്ത് അത് പരിശുദ്ധമായ ശറഇന്റെ വിജ്ഞാനമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? അതുകൊണ്ട് ഈ ശറഇന്റെ വിജ്ഞാനം തന്നെയാണ് ഏറ്റവും അമൂല്യമായതെന്ന് മനസ്സിലാക്കി ആ ഇൽമുള്ളവരെ, ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടുകൂടി ആ മഹാനുഭാവൻ സഹിച്ച ത്യാഗത്തിന്റെ ഫലമായിട്ടാ അൽഹംദുലില്ലാഹ് ഇന്ന് മനോഹരമായ രൂപത്തിൽ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ആ മഹാനുഭാവനെ കുറിച്ച് പറയുമ്പോൾ അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സ്വാഭാവികമായും ദീനീ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലായിടത്തുനിന്നും നമുക്ക് പൂർണ്ണമായ സ്വീകരണം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു പോകരുത്. അമ്പിയാക്കളുടെ ചരിത്രം തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിനായി, പ്രബോധനത്തിനായി അയച്ച അമ്പിയാഇന്റെ ചരിത്രം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രതിസന്ധിയുടെ മുൾമുനയിലൂടെയായിരുന്നു ആ മഹാരഥന്മാര് പലരും കഴിഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെ ബാനിയെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ദുനിയാവിന്റെ സുഖങ്ങളുടെ ആസ്വാദനത്തിലായിരുന്നില്ല ആ മഹാനുഭാവൻ ഇത് കെട്ടിപ്പടുത്തത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ദീനീ വഴികൾ പലപ്പോഴും ത്യാഗത്തിന്റെ വഴികളാകും. അതൊക്കെ ഒരു സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതോടൊപ്പം കാര്യങ്ങൾ അള്ളാഹുവിൽ കേൾപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സ്, അതിലാണ് ഏറ്റവും വലിയ വിജയവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നബി തിരുമേനി തങ്ങളും സഹാബികളും ഒരിടത്ത് വിശ്രമിക്കാനിറങ്ങാൻ അങ്ങനെ ഒരു ശൈലിയുണ്ടായിരുന്നു മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ദിവസം വിശ്രമിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി. ഒരു മരത്തിന്റെ തണലിൽ റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങി. വാളാ മരത്തിൽ തൂക്കിയിട്ടു. നബിക്കൊരു ശല്യമാകണ്ട എന്ന് കരുതി അല്പം അകലെയാണ് ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാമുള്ളത്. എന്നാൽ ഈ തക്കം നോക്കി ശത്രുക്കളിൽ ഒരാൾ കടന്നു വരുന്നു. റസൂലുള്ളാഹി തങ്ങൾ മയങ്ങിക്കിടക്കാൻ, ഹബീബായ നബി തങ്ങൾ ഉറങ്ങാൻ. ഇയാൾ മുത്തു റസൂലിന്റെ വാളെടുത്തിട്ട് വാളുകൊണ്ട് നബി തങ്ങളെ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, മുഹമ്മദ്
എടാ മുഹമ്മദേ, ഞാൻ നിന്നെ കൊന്നുകളയുകയാണ്, എന്നിൽ നിന്ന് ഇപ്പോൾ നിന്നെ ആര് രക്ഷിക്കും? റസൂലിന്റെ പരിസരത്ത് സഹാബികളില്ല, അവരൽപ്പം അകലെയാണ് വിശ്രമിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലുള്ള കാഴ്ച ഈ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രുവാൻ. അയാൾ ആ വാളോങ്ങിക്കൊണ്ടാ ചോദിക്കുന്നത്, മുഹമ്മദ്, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? റസൂൽ പുഞ്ചിരിയോട് കൊടുത്ത ഒരു മറുപടി, അല്ലാഹ്, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തും എന്നതാണ്. എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തും. ആ വാക്ക് അയാളുടെ കൽബിലേക്കങ്ങ് തുളച്ചു കയറുകയായിരുന്നു. അല്ലാഹുവേ, അയാളെ കയ്യിൽ നിന്ന് ആ വാളങ്ങ് വീണു പോകുന്നു. റസൂലുള്ളാഹി തങ്ങൾ വാളെടുത്തു. വാളുകൊണ്ട് അയാളെ തട്ടിയിട്ട് ചോദിച്ചു, നിന്നെ ഞാൻ കൊലപ്പെടുത്തുകയാ, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷപ്പെടുത്തും? അയാൾ കണ്ണു മറച്ചിട്ട് പറഞ്ഞു, മുഹമ്മദ്, നീ എന്നോട് കരുണ കാണിച്ചാലല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മുഹമ്മദേ. ആ സമയത്ത് അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇത്തരം ഭയപ്പെടുത്തലുമായി ഇനി ഇങ്ങോട്ട് വരണ്ട. ഈ ഒരു കാരണം കൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ഹദീസിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും വലിയ ബലം. മഹാനായ ബാനിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണ് ആ പാഠം, തവക്കുലിന്റെ, സമർപ്പണത്തിന്റെ പാഠം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം ഭൗതികതയേക്കാൾ ആത്മീയതയ്ക്ക് വില കൽപ്പിക്കുക, ദുനിയാവിന്റെ സുഖങ്ങളെക്കാൾ ആഖിറത്തിന്റെ സുഖത്തിന് വില കൽപ്പിക്കുക. ആ ഒരു വലിയ താല്പര്യം ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി കണ്ടെടുക്കാൻ സാധിക്കും. ദുനിയാവിനേക്കാൾ ആഖിറത്തിന് വില കൽപ്പിക്കുക, അതാണല്ലോ സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹാബികളിൽ ഒരു സമയത്ത് അതിശക്തമായ ഒരു ചർച്ച നടക്കുകയാണ്. അതിശക്തമായ ചർച്ച. തിരുമേനി തങ്ങൾ അവരിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിച്ചു, മല്ലദീന, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ചർച്ച? അപ്പോൾ പറഞ്ഞു, നബിയെ, ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വഹയിന്റെ സത്തയെക്കുറിച്ചാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നിങ്ങൾ വരെയുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ വഹയിന്റെ എസൻസ്, അതിന്റെ സത്ത ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണത്? അതേക്കുറിച്ചുള്ള ചർച്ചയാണ്. സഹാബികളിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുള്ള വഹിയിന്റെ സത്ത, അതിന്റെ ഏകരൂപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണത്? അതേക്കുറിച്ചാണ് ചർച്ച. മഹാനായ നബി തിരുമേനി തങ്ങൾ ഒരല്പനേരം ആലോചിച്ചിരുന്നു. അപ്പോഴത്തേക്കും മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കൊടുത്തതാണ്, ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. വഹിയിന്റെ അന്തസത്ത വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതും ആഖിറമാണ് എന്നതാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക, തന്റെ ആത്മാവിനെ ആര് സംസ്കരിക്കുന്നുവോ അവരാണ് സത്യത്തിൽ വിജയികൾ. വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ, അതിനാവശ്യമായ ദിക്റുകളൊക്കെ ചൊല്ലി, ആവശ്യമായ സലാത്തുകൾ ചൊല്ലി, നിസ്കാരങ്ങളുമൊക്കെയായി ആത്മാവിനെ സംസ്കരിക്കുന്നവരാരാണോ അവരാണ് സത്യത്തിൽ വിജയികൾ. പക്ഷേ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തെയാണല്ലോ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദുനിയാവിലെ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നവരോട് പറയാനുള്ളത് വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് എന്നും നിലനിൽക്കുന്നതും ഏറ്റവും ഖൈറുള്ളതും. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ, ഇതാണ് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇതാണ് ഇബ്രാഹിം നബിക്ക്, ഇതാണ് മൂസ നബിക്കൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ വഹയിന്റെ എസൻസ് തന്നെ, അതിന്റെ സത്ത തന്നെ ആഖിറത്തിന് പ്രാധാന്യം കൽപ്പിക്കണമെന്നതാണ്. ദുനിയാവിന്റെ ഒരു ഉദാഹരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കൽ മുത്ത് റസൂലിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, അലാ ഉരീക ദുനിയാ, ഞാൻ നിനക്ക് ദുനിയാവെന്ന് കാണിച്ചു തരട്ടെയോ? മഅമാ ഫീഹാ, ആ ദുനിയാവിലുള്ള മൊത്തം വസ്തുക്കൾ ഉൾപ്പെടെ ദുനിയാവിന് പറ്റിയ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ? അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാൻ ആലോചിച്ചു പോയി റബ്ബേ, ദുനിയാവിനെ പറ്റിയ ഒരു ഉദാഹരണം എന്തായിരിക്കും നബി തിരുമേനി തങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്? ഏതായാലും ഞാൻ പറഞ്ഞു, അതേ നബിയെ, ദുനിയാവിനെ പറ്റിയ ഒരു ഉദാഹരണം കാണിച്ചു തരൂ.
അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ. ഞാൻ ആ നൃത്തത്തിൽ ഇങ്ങനെ ആലോചിച്ചു, റബ്ബേ, ദുനിയാവിന് പറ്റിയൊരു ഉദാഹരണം കാണിച്ചു തരാനാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്. എന്തായിരിക്കും നബി തിരുമേനി തങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്? ചെന്നു നോക്കുമ്പോഴോ മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു കുറ്റത്തൊട്ടിയിലേക്കാണ് ഹബീബായ നബി തങ്ങൾ എന്നെ കൊണ്ടുപോയത്. ചെന്നു നോക്കുമ്പോ ആ കുപ്പത്തൊട്ടിയിൽ നാട്ടിലുള്ള മുഴുവൻ ചപ്പുചവറുകളും ചന്തികളും മാലിന്യങ്ങളും പല അസ്ഥികളും തലയോട്ടികളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ദുർഗന്ധം കൊണ്ട് അതിനോട് അടുക്കാൻ പോലും പറ്റുന്നില്ല. ആ അവസ്ഥയിലുള്ള ഒരു കുപ്പത്തൊട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബീബായ നബി തിരുമേനി തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ, ഹാദാ മസലുദ് ദുനിയാ, ഇതാണ് ദുനിയാവിന്റെ ഉദാഹരണം. ഹലാലും ഹറാമും നോക്കാതെ ദുനിയാവുണ്ടാക്കിയാൽ ആ ദുനിയാവിന്റെ ഉദാഹരണം ഇതാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിൽ ഈ കുപ്പത്തൊട്ടിക്ക് കൽപ്പിക്കുന്ന വില പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്ത് ഒഴിവാക്കി ദുനിയാവിന്റെ പിന്നാലെ പോയി സമ്പാദിക്കുന്ന ദുനിയാവിന് നൽകുന്നില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദുനിയാവിനേക്കാൾ ആഖിറത്തിന് വില കൽപ്പിക്കുകയും ആഖിറത്തെ തെരഞ്ഞെടുക്കുന്നവരാവുകയും ചെയ്യുക, അത് മഹാനായ ധാനിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനുഭാവന്റെ ജീവിതത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ മഹാന്മാരായ ഉസ്താദുമാരും ബഹുമാനപ്പെട്ട തങ്ങളവറുകളൊക്കെ വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ആഖിറത്തിൽ അവരുടെ കൂടെ സ്വർഗത്തിലെത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും അല്ലാഹു വിശുദ്ധ ഖുർആന്റെ ഫضل കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. എത്രയോ മുഅ്മിനീങ്ങൾ ഈ ഒരു സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ അതിന് ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, പ്രത്യേകിച്ച് ഈ ഒരു മണ്ണ് തന്നെ പവിത്രമായ മണ്ണാൻ, മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിന് തന്നെ മഹത്വമുണ്ടല്ലോ. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോ നാട്ടിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. വലിയ ചർച്ചയും തർക്കവുമായി. എന്തായിരുന്നു വിഷയം? ഓരോ പ്രദേശത്തുകാരും പറഞ്ഞു, യൂസുഫ് നബിക്ക് ഞങ്ങളെ നാടുമായി നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലാണ് മറവ് ചെയ്യേണ്ടത്. സത്യത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തുകാരനല്ലല്ലോ, അവിടെ എത്തിപ്പെട്ടതാണല്ലോ. ചുരുക്കത്തിൽ അവസാനം തർക്കമായി. ഓരോരുത്തരും വാശി പിടിച്ചു, ഞങ്ങളെ മഹല്ലത്തിൽ തന്നെ മറവ് ചെയ്യണം. എന്തേ കാര്യം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ബറക്കത്ത് പ്രതീക്ഷിച്ചതുകൊണ്ടാണ്. ആ നാട്ടിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനാസ മറവ് ചെയ്യപ്പെട്ടാൽ അതുകൊണ്ട് ബറക്കത്ത് കിട്ടുമെന്ന ആ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് അവര് അങ്ങനെ ആവശ്യപ്പെട്ടത്. അവസാനം പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ചർച്ച ചെയ്ത് ഇരുമ്പ് കൊണ്ട് പെട്ടിയുണ്ടാക്കി ആ പെട്ടിയിലായി കൊല്ലങ്ങളോളം നെയിൽ നദിയിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്തത്. ആ വെള്ളം നാടിന്റെ നാനാഭാഗങ്ങളിൽ എത്തുകയും എല്ലാവർക്കും ബറക്കത്ത് കിട്ടുകയും ചെയ്യുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇവിടെ അനവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു കേന്ദ്രമാണിത്. അതുകൊണ്ട് ഇവിടെ വെച്ചുള്ള ദുആക്ക് തന്നെ വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. മഹാനായ ബാനിയുടെ പേരിൽ ഇനി വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്ത് ഇവിടെ ദുആ നടക്കാൻ പോവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇജാബത്ത് നൽകുമാറാവട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സർവശക്തനായ അല്ലാഹു നൽകുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങളൊക്കെയും വിശുദ്ധ ഖുർആന്റെ ഫضل കൊണ്ട് റബ്ബ് മാപ്പാക്കട്ടെ. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കലാമിന്റെ ബറക്കത്ത് കൊണ്ട് ആ തീരുമാനം അല്ലാഹു തട്ടിമാറ്റട്ടെ. ഇത്തരം രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ബാധിച്ചൊരു ഭാഗത്ത് കിടപ്പിലായി മറ്റുള്ളവരുടെ സഹായം തേടി കഴിയേണ്ട ഒരവസ്ഥയെ തൊട്ട് റഹ്മാനായ റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരീ സഹോദരന്മാർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, നമ്മളോട് ദുആ
ചെയ്യാൻ ഏൽപ്പിച്ചവർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചവർ, നമ്മുടെ ഈ 10 വർഷം ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളും ഒരുപാട് ദീനീ താൽപര്യമുള്ള ആളുകളും പല നിലയിൽ നമുക്ക് ഭക്ഷണം തന്നും മറ്റും അവർ നമ്മളോട് സഹകരിച്ചു. അവർക്കൊക്കെ അല്ലാഹു സ്വർഗീയ വിഭവം നൽകുമാറാവട്ടെ.